എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ. എങ്ങനെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോൾ ഒരു സ്കൂളിൽ തന്നെ എത്ര തവണ ഓപ്ഷൻസ് ആയിട്ട് വെക്കാൻ സാധിക്കും, അതുപോലെ നിങ്ങൾ എത്ര ഓപ്ഷൻ മിനിമം വെക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ വെച്ചാൽ പ്രോബ്ലം ഉണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട എല്ലാവിധ സംശയങ്ങളും, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ച് അറിയേണ്ട എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം സാധാരണഗതിയിൽ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു ജൂൺ 22 23 തീയതികളായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അപേക്ഷ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫറിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. അതിനുശേഷം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളിലേക്ക് വരാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് ഈ ഒരു എച്ച്.എസ്.കെ.പി വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ ജില്ലയും നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന ആ ഒരു പേജിലേക്ക്, അതായത് നിങ്ങൾക്കൊരു പേജ് വരും. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോമ്പിനേഷൻ, അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ്റെ നമ്പർ എന്നിങ്ങനെയൊക്കെയുള്ള ബേസിക് ഡീറ്റെയിൽസ് നൽകാനുണ്ടാവും. അപ്പോൾ അത് നൽകിയ ശേഷം പിന്നീട് അതായത് ആ ഒരു പേജിൽ തന്നെയുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഓപ്ഷൻസ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുക. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ നൽകുന്നു. അപ്പോൾ ഇതൊരു സ്കൂളിൻ്റെ കോഡ് ആണ് എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാനിപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുന്ന സമയത്ത് തന്നെ ഇവിടെ താഴെയായിട്ട് കോമ്പിനേഷൻ എന്നുള്ള ഭാഗത്ത് ഓട്ടോമാറ്റിക്കലി ആ സ്കൂളിലുള്ള കോഴ്സിൻ്റെ എല്ലാവിധ കോഴ്സ് കോമ്പിനേഷനും ഇവിടെ വരും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ആണ് കിട്ടിയത്. അപ്പോൾ കൊമേഴ്സ് കിട്ടി സയൻസിലേക്ക് മാറണം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ മാറിയാൽ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് പക്ഷേ സയൻസ് മാത്രം കിട്ടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് സ്പെസിഫിക് ആയിട്ടുണ്ടാകും. അതായത് കോഴ്സിൻ്റെ കോഡ്, സയൻസ് ആണെങ്കിൽ കോഴ്സിൻ്റെ കോഡ് 1 ആയിരിക്കും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്സ് എന്നിവ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും. അതുപോലെ അതിൻ്റെ കോഡ് 5 ആണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവ ഉണ്ടാവും. അതുപോലെ ഈ ഒരു കൊമേഴ്സ് ആണെങ്കിൽ അതിൽ അക്കൗണ്ടൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് സെലക്ട് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതിനുശേഷം അതത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ ഒരു പേജ് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്കൂൾ ഏതാണോ വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുകയും അതിനുശേഷം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതായത് വീണ്ടും ആ ഒരു ഓപ്ഷൻ ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവസാനം ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമെന്ന് നിങ്ങൾ നൽകുന്ന ഉറപ്പാണത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്ര മാത്രമാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു OTP ചോദിക്കുന്നതാണ്. അതായത് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു OTP ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും ആ ഒരു OTP നൽകിയ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നൽകാനുള്ള ആ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇനി ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുമ്പോൾ മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ കാര്യം നോക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകേണ്ടതുണ്ടോ, ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമോ എന്നുള്ള കാര്യം ചിന്തിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടുണ്ടാവില്ല, ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ചില കുട്ടികൾ ആണെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ മാറുന്നതുകൊണ്ട് ഞാനും ട്രാൻസ്ഫറിന് വെക്കുന്നു എന്ന് കരുതും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സുഹൃത്ത് ട്രാൻസ്ഫറിന് വെക്കുന്നു എന്ന് കരുതി കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തിന് ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടും, നിങ്ങൾക്ക് കിട്ടാതെ വരും. ചില സമയത്ത് നിങ്ങൾക്കായിരിക്കും ട്രാൻസ്ഫർ കിട്ടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിരിക്കും ട്രാൻസ്ഫർ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പിന്നീട് പറയും അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമെന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് മാത്രമേ വെക്കാവൂ. താല്പര്യമില്ലാതെ സ്കൂളോ കോഴ്സോ വെക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു തവണ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കില്ല. ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ആവശ്യമാണോ, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഒരു തീരുമാനമാക്കി വെക്കുക.
ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്താണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു എത്ര ഓപ്ഷൻ വെക്കാമെന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം. പക്ഷെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് ആയിരിക്കണം വെക്കേണ്ടത്. ഇനി ഒരു സ്കൂളിൽ എത്ര ഓപ്ഷൻ വെക്കാം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. എ എന്ന സ്കൂളാണെന്ന് കരുതുക. എ എന്ന സ്കൂളിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് കരുതുക. എനിക്കവിടെ കമ്പ്യൂട്ടർ സയൻസിന് കൊടുക്കണം, അതുപോലെ കൊമേഴ്സിന് കൊടുക്കണം, അതുപോലെ സയൻസിന് കൊടുക്കണം. ഈ മൂന്നിലും എനിക്ക് ഏതിൽ കിട്ടിയാലും ഞാൻ പഠിക്കും. പക്ഷേ ഹ്യൂമാനിറ്റീസ് എനിക്ക് വേണ്ട എന്ന് കരുതുന്നു. ചില വിദ്യാർത്ഥികൾ കൊമേഴ്സ് വേണ്ട, ഹ്യൂമാനിറ്റീസ് വേണമെന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എ എന്ന സ്കൂളാണ്. അപ്പോൾ എ എന്ന സ്കൂളിൻ്റെ ആ ഒരു കോഡ് ഞാൻ നൽകുന്നു. അതിനോടൊപ്പം ഞാൻ ആദ്യം എനിക്ക് പ്രയോറിറ്റി ബയോളജി സയൻസ് ആണ്. അപ്പോൾ എ എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസ് വയ്ക്കുന്നു. പിന്നീട് എ എന്ന സ്കൂളിൽ അതേ സെയിം കോഡ് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും അടുത്തതായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും അടുത്തതായിട്ട് അതേ സെയിം സ്കൂൾ കോഡ് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം കൊമേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ എത്ര കോഴ്സുകളുണ്ടോ ആ ഒരു കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യമനുസരിച്ച്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളുകൾ, അതായത് കോഴ്സ് ആണെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന്, അതായത് നിങ്ങളുടെ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക്, അതായത് ബി എന്ന സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ മാത്രം മാറുന്നതിനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ എ എന്ന സ്കൂളിൽ നിങ്ങൾ കൊമേഴ്സ് ആണ്, എന്നാൽ നിങ്ങൾ ബി എന്ന സ്കൂളിൽ നിങ്ങൾക്ക് സയൻസ് ആണ് വേണ്ടത്, ബയോളജി സയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറായി നിങ്ങൾക്ക് മാറാം. അതായത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറാം. ഒരു സ്കൂളിൽ നിന്നും കോഴ്സും സ്കൂളും അടക്കം നിങ്ങൾക്ക് രണ്ടും മാറാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഏകദേശം ജൂൺ 22-ാം തീയതിയോടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി ട്രാൻസ്ഫറിന് ആർക്കൊക്കെ അപേക്ഷ നൽകാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെയുള്ള അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാം. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒഴികെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നാലും തേർഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിരുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. സെക്കൻഡ് ട്രാൻസ്ഫറിന് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് തന്നെ ഏകദേശം സ്കൂളുകളൊക്കെ സ്റ്റാർട്ടാവുന്നതാണ്. അതായത് ഈ ഒരു ജൂൺ 24-ാം തീയതിയോടെ ഈ വർഷത്തെ +1 ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഈ ട്രാൻസ്ഫറിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ക്ലാസ് നിങ്ങൾക്ക് മിസ്സായാൽ അത് നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് എടുത്തു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് നിലവിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാവിധ വിവരങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ഏതൊരു വിദ്യാർത്ഥിക്കും, അത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് സ്കൂളും കോഴ്സോ മാറാൻ സാധിക്കും. ജില്ലാ ട്രാൻസ്ഫർ സെക്കൻഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് വരാറുള്ളത്, അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് വരാറുള്ളത്. സാധാരണ സെക്കൻഡ് ട്രാൻസ്ഫർ ആയിട്ടാണ് ജില്ലാ ട്രാൻസ്ഫർ വരാറുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് ആവശ്യമാണോ, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂൾ കോഴ്സ് മാറുമോ? കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു സ്കൂളിൽ നിന്നും, അതായത് സെയിം സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിന് വെച്ചു, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് നിലവിൽ അഡ്മിഷൻ ഉള്ളത് അവിടെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ മറ്റൊരു സ്കൂളിൽ കിട്ടുകയോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും. എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്നും പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ